ഹലോ അങ്ങനെ നമ്മുടെ മെഗാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒരു വിധമായിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കറികളൊക്കെ ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യും കടുകൊക്കെ വരയ്ക്കുമ്പം. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുട്ടികൾക്കും കൂടി ഞാനിന്ന് വാരി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് എല്ലാ കറികളും എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. തൈര് ഞാൻ പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എടുക്കാറുണ്ട്. കാരണം പാൽ ഒരുപാട് കുടിക്കാറില്ല. അതുകൊണ്ട് ജസ്റ്റ് കാൽസ്യം കണ്ടൻറ്റിന് വേണ്ടി. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയും ചെയ്യുന്നത് നമ്മുടെ മാവ് എടുത്ത് പുളിക്കാൻ വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഓവനകത്ത് വെച്ചാണ് തണുപ്പ് വരുമ്പോൾ ഇവിടെ മാവ് പുളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദോശമാവൊന്നും നല്ലതായിട്ട് പുളിച്ച് വരത്തില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ചന്ദനത്തിരി കത്തിക്കുകയാണ്. ഇത് ശരിക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നീമിൻ്റെ ചന്ദനത്തിരിയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ്.